അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. നാളെ നടക്കുന്ന 6ാം ക്ലാസ്സിൻ്റെ ദുറൂസുൽ ഇഹ്സാനിൻ്റെ 2 മോഡൽ ചോദ്യ പേപ്പറുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഒന്നാമത്തെ പ്രവർത്തനം യോജിപ്പിക്കാം എന്നതാണ്. ഇവിടെ കൊടുത്തുള്ളത് വായിക്കാം. അനാവശ്യ കാര്യങ്ങൾ ദിക്ർ കൊണ്ട് ലഭിക്കുന്നത് ഈമാനിൻ്റെ പകുതിയാണ്. മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. അള്ളാഹു ഒരിക്കലും മാപ്പാക്കുകയില്ല. ശുദ്ധി, ശിർക്ക് ചെയ്യൽ, മനസമാധാനം, ലഹ്വ്, അള്ളാഹുവിൻ്റെ പ്രീതി. ഒന്നാമത്തെ ചോദ്യം എന്താണ്? അനാവശ്യ കാര്യങ്ങൾ ഏതാണ്? ലഘുവാണ്. 2 ദിക്ർ കൊണ്ട് ലഭിക്കുന്നത് എന്താണ്? മനസ്സമാധാനം. 3 ഈമാനിന്റെ പകുതിയാണ് ശുദ്ധി. 4 മാതാപിതാക്കളുടെ തൃപ്തിയിലാണെന്ത്? അള്ളാഹുവിന്റെ പ്രീതി. 5 അള്ളാഹു ഒരിക്കലും മാപ്പാക്കുകയില്ല. എന്ത്? ശിർക്ക് ചെയ്യൽ. 5 മാർക്കാണ് ഇതിന്. രണ്ടാമത്തെ പ്രവർത്തനം ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചത് കൊണ്ട് പൂർത്തിയാക്കാം എന്നതാണ്. ബ്രാക്കറ്റിലുള്ളത് പ്രവാചകൻ, അവന്റെ തിരുദർശനം, സുജൂദ്, അൽ അസ്മാഉൽ ഹുസ്ന, 70,000 മലക്കുകൾ. ചോദ്യം 1. നമ്മെ അലട്ടുന്ന എല്ലാ വിഷയങ്ങൾക്കും ശക്തമായ പരിഹാരമാണെന്ത്? അൽ അസ്മാഉൽ ഹുസ്ന. 2 സ്വർഗവാസികൾക്ക് അള്ളാഹു നൽകുന്ന വിശിഷ്ടമായ സൗഭാഗ്യം എന്താണ്? അവന്റെ തിരുദർശനമാണ്, അഥവാ അള്ളാഹുവിനെ കാണലാണ്. 3 സ്വശരീരത്തിനേക്കാൾ മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും കടപ്പാടുള്ളവർ ആരാണ്? പ്രവാചകനാണ്. 4 അറിവുള്ളവർ ആദരിക്കപ്പെടണം. അതിനുവേണ്ടി മലക്കുകൾക്ക് അള്ളാഹു തീരുമാനിച്ചത് എന്താണ്? സുജൂദാണ്. 5 നല്ല കൂട്ടുകാരനെ സന്ദർശിക്കാൻ പുറപ്പെട്ടാൽ അവന് വേണ്ടി സ്വലാത്തു ചൊല്ലും. 70,000 മലക്കുകൾ. ഓക്കെ. മൂന്നാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാമെന്നതാണ്. ചിന്താശേഷി കുറയും ആരുടെ? ഉത്തരം സിനിമ, സീരിയൽ, കോമഡി ഷോ, റിയാലിറ്റി ഷോ തുടങ്ങിയവ കാണുന്നവരുടെ. 2 മുടിയുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു എന്ത്? മുടി അല്പം മുറിച്ച് ബാക്കി മുറിക്കാതെ വെക്കുന്നത്. 3 ഗുരുവിനെ നിന്ദിക്കുന്നവർക്ക് എന്തു സംഭവിക്കും? ശപിക്കപ്പെട്ടവനും ജീവിതത്തിൽ അങ്ങേയറ്റം പരാജിതനുമാവും. 4 ഖുർആൻ പഠിച്ചു അതനുസരിച്ച് ജീവിക്കുന്നവരുടെ മാതാപിതാക്കൾക്ക് പരലോകത്ത് ലഭിക്കും എന്ത്? അവർക്ക് പരലോകത്ത് പ്രകാശ കിരീടവും സ്ഥാനവസ്ത്രവും ലഭിക്കും. നാലാമത്തെ പ്രവർത്തനം 2 വിധം എഴുതാനാണ്. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേക പ്രീതി നേടിയെടുക്കാൻ പറ്റുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ്? 1 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ പകർത്തുക, അവിടുത്തെ മദ്ഹുകൾ പറയുക. 2 ആളുകൾക്ക് നന്മ പഠിപ്പിക്കുന്നവരുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവർ ആരൊക്കെയാണ്? മത്സ്യവും മാളത്തിലെ ഉറുമ്പുകളും ഉൾപ്പെടെ ആകാശഭൂമികളിലുള്ള സൃഷ്ടികളും അള്ളാഹുവും മലക്കുകളും. 3 നാം കൂട്ടുകൂടാൻ പാടില്ലാത്തവർ ആരൊക്കെയാണ്? ദുസ്വഭാവികൾ, ചീത്ത കാര്യങ്ങൾ ചെയ്യുകയും പറയുകയും ചെയ്യുന്നവർ. 4 മിക്ക ആളുകളും വഞ്ചിതരായ 2 അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? ആരോഗ്യം, ഒഴിവു സമയം. 5 വ്യക്തമാക്കാനാണ് തൗഹീദിന്റെ നിർവചനം. എന്താണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിനെ മാത്രം ആരാധ്യനായി വിശ്വസിക്കലാണ് തൗഹീദ്. 2 നിങ്ങളിൽ ഉത്തമന്മാർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞവര് ആരാണ്? ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ. 3 അഹ്ലുൽ ബൈത്ത് എന്ന് പറയപ്പെടുന്നവരാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ, സന്താനങ്ങൾ, അവിടുത്തെ മുഅ്മിനുകളായ അടുത്ത കുടുംബക്കാർ. 4 മുഹ്സിനുകൾക്ക് ദുനിയാവിൽ ലഭിക്കുന്ന ഗുണം. അവർക്ക് എന്ത് ചെയ്യും? ഏത് പ്രതിസന്ധിയിലും നല്ല സുരക്ഷിതത്വവും മനസ്സമാധാനവും ലഭിക്കും. 6 ആര് ആരോട് പറഞ്ഞു? ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ നിയോഗിക്കാൻ പോകുന്നു. അല്ലാഹു തആല മലക്കുകളോട് പറഞ്ഞതാണ്. 2 താങ്കൾ ഖുർആൻ പാരായണ കാര്യത്തിൽ ജാഗ്രത പുലർത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ആരോടാണ് പറഞ്ഞത്? അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോട്. 7 പൂരിപ്പിക്കാനാണ്. സുബ്ഹാനല്ലാഹി ഡാഷ് വലാ ഇലാഹ ഇല്ലല്ലാഹു ഡാഷ് വലാ ഹൗല ഡാഷ് ഇല്ലാ ബില്ലാഹി ഡാഷ് അൽ അളീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. 2 അൽഹംദുലില്ലാഹി ലദി ഡാഷ് ഗൈരി ഡാഷ് മിന്നി വല ഡാഷ്.
അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദ വറസഖനീഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ. ഇനി മറ്റൊരു മോഡൽ ചോദ്യപേപ്പർ പരിചയപ്പെടാം. യോജിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിരുന്നു. മുഅ്മിനീങ്ങൾക്ക് ഒട്ടും പാടില്ലാത്തത് വെള്ളിയാഴ്ചയാവലാണ് സുന്നത്ത്. എല്ലാറ്റിനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ദിക്ർ കൊണ്ട് ലഭിക്കും നന്മ ചെയ്യുക എന്ന അർത്ഥമുള്ളത്. ഒന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിരുന്നു. മദ്ഹ് ചെയ്യൽ. 2 മുഅ്മിനീങ്ങൾക്ക് ഒട്ടും പാടില്ലാത്തത് സമയം കൊല്ലൽ. 3 വെള്ളിയാഴ്ചയാവലാണ് സുന്നത്ത്. ഉത്തരം നഖമുറിക്കൽ. 4 എല്ലാറ്റിനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. എന്ത്? അള്ളാഹുവിൻ്റെ റഹ്മത്ത്. 5 ദിക്ർ കൊണ്ട് ലഭിക്കും മനസ്സമാധാനം. 6 നന്മ ചെയ്യുക എന്ന അർത്ഥമുള്ളത് ഏതാണ്? ഇഹ്സാൻ. ഓരോന്നിനും ഓരോ മാർക്ക് വീതം, ടോട്ടൽ 6 മാർക്കാണ്. രണ്ടാമത്തത് പൂരിപ്പിക്കാനാണ്. അനാവശ്യ കാര്യങ്ങൾക്ക് ഡാഷ് എന്നാണ് അറബിയിൽ പറയുക. ലഹ്വ് എന്നാണ് അറബിയിൽ പറയുക. 2 ശുദ്ധി ഈമാനിന്റെ ഡാഷ് എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം. ശുദ്ധി ഈമാനിന്റെ പകുതിയാണ് എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം. 3 ഡാഷ് അല്പം പോലുമുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അഹങ്കാരം അല്പം പോലുമുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. 4 ഖുർആൻ പഠിക്കുകയും ഡാഷ് ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ. 5 ആകാശഭൂമികളിൽ അള്ളാഹുവിനെ കൂടാതെ ഡാഷ് ഉണ്ടായാൽ അവ നശിച്ചത് തന്നെ. ആകാശഭൂമികളിൽ അള്ളാഹുവിനെ കൂടാതെ മറ്റു ദൈവങ്ങൾ ഉണ്ടായാൽ അവ നശിച്ചത് തന്നെ. മൂന്നാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാമെന്നതാണ്. അതിലൊന്ന് പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ ചൊല്ലണം എന്ത്? ഉത്തരം അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ. 2 മുടിയുടെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു എന്ത്? മുടി അല്പം മുറിച്ച് ബാക്കി മുറിക്കാതെ വെക്കുന്നത്. 3 അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന് പറയുന്ന മിക്ക സ്ഥലത്തും അള്ളാഹു ഉണർത്തി എന്ത്? മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണേ എന്ന് അള്ളാഹു തആല ഉണർത്തുന്നതായി കാണാം. 4 അഹ്ലുൽ ബൈത്ത് എന്നാൽ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാര്, സന്താനങ്ങൾ, അവിടുത്തെ മുഅ്മിനീങ്ങളായ അടുത്ത കുടുംബങ്ങൾ. 5 ഖിയാമത്ത് നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും അടുത്തവർ ആരാണ്? കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവരായിരിക്കും. നാലാമത്തെ പ്രവർത്തനം 2 വീതം എഴുതാനാണ്. അതിലൊന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചങ്ങാതിമാരായവർക്ക് ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ. കൂട്ടുകാരായവർക്ക് ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണ്? ഇരുവർക്കും അർശിന്റെ തണൽ ലഭിക്കും. അവർ കൈകൊടുത്ത് സലാം പറയുമ്പോൾ തെറ്റുകൾ പൊറുക്കപ്പെടും. 2 ആദം നബി അലൈഹി സ്വലാമിന് സുജൂദ് ചെയ്യാൻ മലക്കളോട് അള്ളാഹു കൽപ്പിച്ച സംഭവത്തിലെ ഗുണപാഠം എന്താണ്? അറിവാണ് ഒരാൾക്ക് മഹത്വം നൽകുന്നത്. അതുപോലെ എത്ര ഉന്നതനായാലും അഹങ്കരിച്ചാൽ അധപ്പതിക്കുന്നതാണ്. മൂന്നാമത്തത് മിക്ക ആളുകളും വഞ്ചിതരായ 2 അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? ആരോഗ്യം, അതുപോലെ ഒഴിവ് സമയം. 5ാമത്തെ പ്രവർത്തനം സാരം എഴുതാനാണ്. വമൻ നളുഫ സൗബുഹു സാല ഹമ്മുഹു വമൻ ത്വാബ രീഹുഹു സാദ അഖലുഹു. എന്താണ് അർത്ഥം? ആരെങ്കിലും വസ്ത്രം വൃത്തിയാക്കിയാൽ അസ്വസ്ഥത നീങ്ങും. സുഗന്ധം ഉപയോഗിച്ചാൽ ബുദ്ധി വർദ്ധിക്കും. 2 അസ്ഖലു സ്വലാത്തി അലൽ മുനാഫിഖീന സലാത്തുൽ ഇശാഇ വ സലാത്തുൽ ഫജ്രി. കപടവിശ്വാസിക്ക് ഏറ്റവും ഭാരമായി കാണുന്ന നിസ്കാരങ്ങൾ സുബഹിയും ഇശാവുമാണ്. 6ാമത്തെ പ്രവർത്തനം ആര് ആരോട് പറഞ്ഞു? താങ്കൾ ഖുർആൻ പാരായണ കാര്യത്തിൽ ജാഗ്രത പുലർത്തുക. അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 2 ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ നിയോഗിക്കാൻ പോകുന്നു. അള്ളാഹു മലക്കളോട് പറഞ്ഞു. 7ാമത്തെ ക്രമത്തിലാക്കാനാണ്. ഇവിടെ കൊടുത്തിട്ടുള്ളത് ഡിസോർഡറിലാണ്, അത് ഓർഡറിലാക്കാനാണ്. വബിഹംദിക സുബ്ഹാനക അസ്തഗ്ഫിറുക അല്ലാഹുമ്മ അഷ്ഹദു അതൂബു ഇലൈക ഇല്ലാ അൻത അല്ലാ ഇലാഹ. ഉത്തരം സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. ഓക്കെ, എല്ലാവരും വളരെ നല്ല രീതിയിൽ പഠിക്കുക. അല്ലാഹു തആല
ഉന്നത വിജയം നൽകുമാറാവട്ടെ. പരീക്ഷയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.